പെങ്ങളെ പഠിച്ചു വെക്കുന്ന പാഠമാണ്. കയ്യിലുള്ള സ്വർണത്തിന്റെ വള കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഉംറയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന സഹോദരി, പാടില്ല. നിന്റെ ഉംറ തന്നെ നിഷിദ്ധമാണ്. ഹലാലായ സമ്പാദ്യത്തിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറയ്ക്കോ മുഅ്മിനായ മനുഷ്യ നിന്റെ വീട്ടിലുള്ളതാകുന്ന ആഹാര പാനീയങ്ങൾക്കോ ഒരു കാര്യത്തിനോ നീ സമ്പത്ത് ചെലവഴിക്കരുതേ. തീർത്തും ഹലാലാവൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണവുമായി വീട്ടിലേക്ക് അരിയുമായി കടന്നു വരുന്ന സഹോദര, നിന്റെ അരിയാഹാരം കഴിക്കുന്ന പാവപ്പെട്ട വാപ്പയില്ലേ, പ്രായം ചെന്നതായ ഉമ്മയില്ലേ, വീടിനകത്തളത്തിൽ നിലകൊള്ളുന്നതായ മുല കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, അവൾ എന്ത് പിഴച്ചു പ്രിയപ്പെട്ട വാപ്പ? നീ ചെയ്യ തമ്മാടിത്തരത്തിന് അവർ കൂടി നരകത്തിലാണ്. ഫന്നാറു ഔലാ ബിഹി. നരകവുമായി ബന്ധപ്പെട്ടതാകുന്ന ശരീരമാണ് അവരുടെ ശരീരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുൻഗാമികളാകുന്ന ആളുകൾ പുറത്തേക്ക് ജീവിത മാർഗം തേടിക്കൊണ്ട് പോകുമ്പോ, കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ, പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾക്ക് അന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ. മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ? ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ട് വരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നെവിടേക്കാണ് സമൂഹം പോയത്? ഭർത്താവ് ഒന്നിച്ചുകൊണ്ട് പറമ്പോക്ക് ഭൂമികളിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തെ വിറ്റ് തിന്നുന്ന സഹോദരിമാരില്ലേ? 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് ശരീരത്തെ വില പറയുന്നതായ അവസ്ഥയിലേക്ക് ലോകം പോയില്ലേ? നഊദു ബില്ലാഹ്. മാനം വിറ്റുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, ആഖിറത്തെ ഭയക്കുന്നില്ല പെങ്ങളെ, നരകത്തെ ചിന്തിക്കുന്നില്ല പെങ്ങളെ, മരണത്തെ ഓർക്കുന്നില്ല പെങ്ങളെ. പാരത്രികമാകുന്ന ലോകത്ത് പടച്ച റബ്ബ് നിനക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് എന്തേ പെങ്ങളെ ചിന്തിക്കാതെ പോയത്? ഇന്നത്തെ തലമുറയിലെ സഹോദരിമാരുടെ പോക്കി എങ്ങോട്ടാണ്? പൊങ്ങോട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മിൻഹാ നിക്കാഹുർ റജുലി അർറജുല വനിക്കാഹുൽ മർഅതി അൽ മർഅത. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗികളായി അതിൽ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാലഘട്ടം വരുമേ. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്തേക്ക് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ എത്തിയില്ലേ? +2 പഠിക്കുന്ന മകള് പറയുകയാണ്, വാപ്പാ
എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാകുന്ന മാരനെ എനിക്ക് വേണ്ട വാപ്പാ. എനിക്ക് വേണ്ടത് എന്റെ കൂടെ പഠിച്ചതാകുന്ന ഫാത്തിമയാണ്, എന്റെ കൂടെ പഠിച്ച ആയിഷയാണ്, എന്റെ കൂടെ പഠിച്ച ഉമ്മു കുൽസൂമ. ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് കാലം ഞങ്ങളിതാ സ്വർഗരതി അനുരാഗികളായി പ്രണയ ജോഡികളായി ജീവിച്ചവരാ. ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്ന് പെണ്ണുങ്ങളെ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാനും എത്ര വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാനും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിറമാടാൻ വേണ്ടി ഇന്നത്തെ മുസ്ലിം സമുദായം പോലും അതപ്പതിച്ചില്ലേ. സമ്പത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് എവിടെയാ എത്തിയത്?